ചേട്ടാ നമസ്കാരം. നമസ്കാരം. 1971 യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ത്യയും ബംഗ്ലാദേശും രണ്ടായിട്ട് പിരിച്ചു കഴിഞ്ഞ ശേഷമാണ് യുദ്ധം നിർത്തിയെന്നാണ് ഇവിടെയുള്ള കുറേ ആൾക്കാർ തള്ളുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദി അത് നടത്തിയില്ല, സമ്പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങലാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ആക്ച്വലി ഇവർ ഇന്ത്യയുടെ കൂടെയാണ് എന്ന് പറയുമെങ്കിലും ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ വീണില്ല എന്നുള്ള വലിയ ആശങ്കയൊക്കെ ഇവർക്കുണ്ട്. കാരണം അങ്ങനെ വീണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കേന്ദ്ര നേതൃത്വമൊക്കെ ബുദ്ധിമുട്ടിക്കാമായിരുന്നു, സമ്മർദ്ദം ചെലുത്താമായിരുന്നു, നരേന്ദ്രമോദി ഇറങ്ങിപ്പോണമെന്നൊക്കെ പറയാമായിരുന്നു. ഞങ്ങൾ കൂടെയുണ്ട്, പക്ഷെ അത് എന്തിനാണ്, നമ്മുടെ രാജ്യത്തെ ചതിക്കാനാണോ എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ സംഘപരിവാർ പ്രവർത്തകരും ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ, അതായത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്? ഇവർ വിചാരിക്കുന്നത് പാക് അധീന കശ്മീർ ഇന്ത്യ ഇപ്പോൾ അടർത്തിയെടുക്കും, പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ അണുബോംബിടും എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ സംഘപരിവാറിലെ കുറച്ച് അണികൾ. അവരെ കുറ്റം പറയുന്നുമില്ല, കാരണം അവരുടെ മനസ്സിലുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ദേശീയത. അപ്പൊ പാക് അധീന കശ്മീർ തിരിച്ചു വേണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, ഇന്ത്യ അത് തിരിച്ചു പിടിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഇപ്പോൾ ഇന്ത്യ അത് തിരിച്ചു പിടിച്ചില്ല എന്നുള്ളതിൽ എനിക്ക് നിരാശയില്ല. കാരണം ഇന്ത്യ അത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് യുദ്ധമാണെന്ന് പോലും ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടില്ല, യുദ്ധമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും ഇവർ പറയുകയാണ്, അതായത് ഇവിടെയുള്ള കുറെ ആൾക്കാർ ജനങ്ങളോട് പറയുകയാണ് ഇന്ത്യ എന്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് ചോദിക്കുകയാണ്. ഇത് യുദ്ധമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല അതുള്ളതാണ്. ഇപ്പോൾ തിരിച്ചടിയാണ് നടത്തിയത് എന്നുള്ളതാണ്, വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇവരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നല്ല സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇന്ത്യ അൺഡിഫീറ്റഡ് ആയിരുന്നു പാകിസ്ഥാന്റെ മുമ്പിൽ. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് പോലും, അതായത് ഒരു യുദ്ധവിമാനം പോലും അതിർത്തി കടന്നു പോയില്ല. ഇന്ത്യ എല്ലാം ഇപ്പുറത്തു നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു. എങ്കിലും അവിടെ ഇസ്ലാമാബാദും കറാച്ചിയും വരെ നമ്മൾ അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അകത്ത് ആഭ്യന്തര കലാപം നടക്കുന്നു, പാകിസ്ഥാൻ വലിയ രീതിയിൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു. പാകിസ്ഥാൻ അതിനുശേഷം ഇങ്ങോട്ടേക്ക് അയച്ചുള്ള കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളെല്ലാം നമ്മൾ നിഷ്പ്രഭമാക്കി പാകിസ്ഥാന്റെ മുകളിൽ സകല ആധിപത്യവും നേടി നിൽക്കുന്നു. പാകിസ്ഥാനെ മുട്ട് കുത്തിച്ച് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതിലും നല്ലൊരു സാഹചര്യം പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് ചില ആൾക്കാരുടെ വാദം. ആ വാദത്തിൽ ഒരു കഴമ്പില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതായിരുന്നു പറ്റിയ സമയം, കയറി അങ്ങ് പിടിക്കണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്താണ് വിചേട്ടന്റെ അഭിപ്രായം? ബംഗ്ലാദേശിന് ഇന്ദിരാഗാന്ധി മുറിച്ച് കൈ കൊടുത്തതല്ല. അതിന്റെ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഭൂപ്രകൃതി നോക്കണം. പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു, കിഴക്കൻ പാകിസ്ഥാൻ എവിടെ കിടക്കുന്നു. ഈ കിഴക്കൻ പാകിസ്ഥാനിലൂടെ പിന്നീട് ബംഗ്ലാദേശ് ആയത്. ഒന്ന് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തും മറ്റൊന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തും കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവർ പാകിസ്ഥാൻ ഭരണം നടത്തിക്കൊടുക്കുന്നത്. ലോകത്ത് ഒരിടത്തും അങ്ങനെ ഭരണം നടത്താൻ കഴിയില്ല. പറ്റും, ഒരു ദ്വീപാണെങ്കിൽ പറ്റും, ഒരു ദ്വീപ് സമൂഹമാണ് എങ്കിൽ ശരിയാണ്, അവിടെ അത്യാവശ്യം വേണ്ട ചിലപ്പോൾ ഒരു 10,000-20,000 ഒക്കെ പേരെ കാണത്തുള്ളൂ. ഇത് അങ്ങനെ ഒരു രാജ്യമാണ്, 16 കോടി ജനമുള്ള ഒരു രാജ്യത്തെ എങ്ങനെ ഭരിക്കാൻ പറ്റും? അപ്പൊ അന്ന് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഇന്ന് നരേന്ദ്രമോദി ആയതുകൊണ്ട് യുദ്ധം പോലും വേണ്ടി വരില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അത് സംസാരിച്ചാൽ തന്നെ ലോകത്തിന് മനസ്സിലാകുന്ന ഒരു ഇഷ്യൂ ആണ്, രണ്ടായിട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് ഒരു എന്താ പറയുന്നത്, ജിയോഗ്രഫിക്കലി തന്നെ അങ്ങനെ ഒരു ഭരണം നടത്താൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ്. അതായത് ഒരു ഉന്തിന്റെ ഒരു തള്ളു. പക്ഷെ ഈ പാക് അധിനിവേശ കാശ്മീർ അങ്ങനെയല്ല, ഇന്ത്യയോടും പാകിസ്ഥാനോടും ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്, ഒരു അടർത്തി എടുക്കലാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ്. അതിപ്പോ ഒരു ചെറിയ സംഘർഷം വന്നാലും ഉടനെ തന്നെ ചോദിക്കും, ഈ പാക് അധിനിവേശ കാശ്മീര് എന്തുകൊണ്ട് നമ്മൾ പിടിക്കുന്നില്ല എന്നുള്ളത്. അത് നമ്മൾ പിടിക്കില്ല ബലം പ്രയോഗിച്ചെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും പറഞ്ഞു കഴിഞ്ഞു. രക്തച്ചൊരിച്ചിലൂടെ അത് വേണ്ട, അത് നമ്മൾ പിടിക്കില്ല, പകരം അത് സ്വാഭാവികമായി നമ്മളിലേക്ക് വന്നു ചേരും. ഒരു വെടിയുണ്ട പോലും, അങ്ങനെയാണ് അദ്ദേഹം ആ വാക്കാ ഉപയോഗിച്ചത്. ഒരു തുള്ളി രക്തം ചീന്താതെ പാക് അധിനിവേശ കാശ്മീർ നമ്മൾക്ക് വന്നു ചേരുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇതേ സെയിം സാധനം തന്നെ അമിത്ഷായും പറഞ്ഞു, മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം ആര് പൂരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണോ ഇന്ന് വന്നതാണോ, ഇന്ന് രാവിലെയാണ് ഞാനത് കാണുന്നത്, ഇന്നലെ വന്നതാണോ അറിയില്ല. അവരത് വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങളൊരു നല്ല അവസരത്തിനായി കാത്തിരിക്കുന്നു. പാകിസ്ഥാന്റെ പടിഞ്ഞാറും കിഴക്കും, അതായത് ബലൂചിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു പുതിയൊരു ലോകത്തിനായി എന്നാണ് അവരതിൽ എഴുതിയിരിക്കുന്നത്. വ്യക്തമായി തന്നെ അവരത് പറയുന്നുണ്ട്. അതായത് അതിൽ പറഞ്ഞു വരുന്ന കാര്യം, ബലൂചിസ്ഥാനിൽ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ടും അതിനോട് തൊട്ട് മുമ്പ് തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം ആരംഭിക്കും. നിലവിൽ അവിടെ പ്രക്ഷോഭമാണ്, നിലവിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘർഷവുമാണ്. കുറച്ചു നാൾക്ക് മുമ്പായിരുന്നു അവിടുത്തെ പാകിസ്ഥാനിയുടെ വെടിവെപ്പിൽ അവിടെ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു, സ്കൂൾ വിദ്യാർത്ഥി കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അവിടെ അനവധി സംഘടനകളുണ്ട്.
ഇപ്പോഴാ സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു അലയൻസ്, ഒരു കോൺഫെഡറേഷൻ കണക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അവർ ഭീകരവാദത്തിലേക്ക് ഈ എന്താ പറയുന്നത്, എനിക്ക് അവരൊരു പോരാട്ടത്തിലേക്ക്, ആയുധമെടുത്തുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങിയിട്ടില്ല. പക്ഷെ അവർ സ്ട്രൈക്കാണ്. പ്രത്യേകിച്ച് അവരുടെ ഒരു സ്ട്രൈക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഈ സാധനങ്ങൾ വരുന്ന ഹൈവേ, ഇത് ഇവരുടെ ഈ പാക് അധിനിവേശ കാശ്മീർ വഴിയാണ് കടന്നു പോകുന്നത്, ഈ ഗിൽജിത്തും പാകിസ്ഥാനും വഴിയാണ്. ആ റോഡ് അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് ആഴ്ചകളോളം ബ്ലോക്ക് ചെയ്തു. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാനിൽ ഈ പണപ്പെരുപ്പവും സാധനങ്ങൾ കിട്ടാനില്ലായ്മയും സാധനങ്ങൾ വലിയ വിലക്കയറ്റവും കൊണ്ട് പൊറുതി കൂട്ടുന്നതിനിടയിലാണ് വന്ന ട്രക്ക് കൂടെ തടഞ്ഞിട്ടിരിക്കുന്നത്. വഴിയിലൊക്കെ 100 കണക്കിന് ട്രക്കുകൾ ബ്ലോക്കായി കിടക്കുന്നതൊക്കെ നമ്മളന്ന് വാർത്ത ചെയ്തിട്ട്, എനിക്കൊരു 4-5 മാസം മുമ്പും കണ്ടാണ് നമ്മൾ ആ വാർത്ത. അപ്പൊ അവിടെ ഓൾറെഡി ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ബലൂചിസ്ഥാനിൽ കാണുന്ന പോലെ ഒരു സായുധ കലാപമായി മാറിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുക എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. പക്ഷെ ആ സ്ഥലം മാത്രമല്ലല്ലോ നമ്മൾ എടുക്കേണ്ടി വരിക, ആ സ്ഥലത്തുള്ള ജനത്തിനെ കൂടി എടുക്കേണ്ടി വരും. 50 ലക്ഷത്തോളം ജനമുണ്ട്. അവരെ ഫിൽട്ടർ ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം അനവധി ഭീകരന്മാരും ഭീകര ക്യാമ്പുകളും പാക് അനുകൂലികളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. വെറുതെ പോയിട്ട് ഒരു 50 ലക്ഷം പേര്, അതിനെ മുഴുവൻ കിട്ടില്ലെങ്കിൽ പോലും കുറച്ച് ലക്ഷക്കണക്കിന് പേരെ എടുത്തു വെച്ച് നമ്മുടെ ബാധ്യത കൂട്ടാമെന്നല്ലാതെ പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഗുണവും നമുക്കതുകൊണ്ട് ലഭിക്കാൻ പോകുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ പിടിക്കുകയാണെങ്കിലും അത് ഫുള്ളായി പിടിക്കാനുള്ള സാധ്യതകളും കുറവാണ്. കാരണം അത് ഫുള്ളായി പിടിച്ചിട്ട്, അത് ഫുള്ളായിട്ടല്ല ഹാഫായിട്ട് പിടിച്ചാൽ പോലും നമുക്കതിനകത്തൊന്നും വലിയ ഗുണം ഇല്ല. പക്ഷെ ഭാവിയിലൊക്കെ അതിനകത്ത് ഈ ധാതു സമ്പത്തുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഗുണങ്ങൾ നമുക്കത് ഉണ്ടാകും എന്നല്ലാതെ വേറെ നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയാൻ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ രാജ്യം വാങ്ങില്ല. 33 കോടി ജനമുണ്ട് പാകിസ്ഥാൻ. ഇന്ത്യയുമായി നാളെ ചേർന്നുള്ള അവസ്ഥ എന്താകും? ഈ അയ്യോ, നമ്മൾ 33 മൂട്ടിൽ കോടി ആണവ ബോംബ് തിരുമുമ്പോഴായി പോകും യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ കൊണ്ടുപോയി. അതെ ഇവിടെ തന്നെ 51 ലക്ഷം ആൾക്കാരുണ്ട് പാകിസ്ഥാനിൽ. കൂടുതലും എനിക്ക് തോന്നുന്നു ഭീകരവാദികളും യവന്മാരൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. അതെ. അപ്പൊ ഇവരെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആദ്യം നമുക്കൊരു സ്ഥലം കിട്ടുമ്പോൾ നമുക്ക് ആ സ്ഥലം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു ഭൂമിയും അവിടെ നിന്നുള്ള 33 കോടി ജനങ്ങളും അതും കൂടെ ഇവിടെ വന്നു കയറി കഴിഞ്ഞാൽ നമുക്കുണ്ടാക്കാവുന്ന പൊല്ലാപ്പൊന്നും ആലോചിച്ച് നമ്മുടെ സർക്കാർ എന്തുമാത്രം പണം പിന്നെയും മുടക്കേണ്ടി വരും. ഇനി ബംഗ്ലാദേശ് 16 കോടി ജനമുണ്ട്. അവര് നമ്മളോട് ചേർന്നുള്ള അവസ്ഥ എന്താകും അറിയാമല്ലോ. ഇത് കൂനുമ്മ കുരുവായിട്ട് മാറത്തേ ഉള്ളൂ. നമുക്ക് ബംഗ്ലാദേശ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. നമ്മളാണ് അവർക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളും കറണ്ടും വരെ കൊടുക്കുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ദുരിതം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അപ്പോൾ അത് വേണോ? വേണ്ട. ശ്രീലങ്കയെ കിട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമുക്കില്ല. പിന്നെ നമ്മളോടൊപ്പം ചേരാൻ നിൽക്കുന്ന ഒരു രാജ്യം നേപ്പാളാണ്. അവിടുത്തെ ഒരു സാമ്പത്തിക അവസ്ഥയെ വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല. അവിടെയും കുറെ പിന്നെ ഭൂട്ടാൻ, മ്യാൻമാർ, പിന്നെ കിടക്കുന്നത് ഈ അഫ്ഗാൻ്റെ ഒക്കെ ഒരു ചെറിയ ഭാഗമൊക്കെ വരുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ നമ്മൾ സ്വാഭാവിക അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. ഈ ടീം എല്ലാം കൂടെ വന്നാൽ നമ്മൾ കടലിനടിയിലേക്ക് താന്നു പോകും. കാരണം അതിനും മാത്രം തലവേദനയായിരിക്കും നമുക്ക്. ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളവന്മാരുടെ തലവേദന കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യ. ഇവിടെ നടക്കുന്നവന്മാരുടെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോഴാണ് പൊതുവെ ഭീകരന്മാരും പ്രശ്നകാരികളുമായ ഇത്രയും കോടി ജനത്തിനെ കൂടെ വലിച്ചു വെക്കുന്നത്. ഇവിടെയാണ് ഈ പറയുന്ന ഈ POK കാര്യം. ഈ POK എത്തുമ്പോഴത്തേനുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിൽട്രേഷൻ നടക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരെ തരംതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രക്ഷോഭം നടക്കുകയും ഇന്ത്യ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരും ഭീകരവാദികളും ഉറപ്പായിട്ടും പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്തു തുടങ്ങും. അത് 1-2 ദിവസം കൊണ്ട് അവർ പലായനം ചെയ്യില്ല. അതിന് ചിലപ്പോൾ മാസങ്ങളോളം എടുക്കും ഈ പലായനത്തിന്. ഈ പലായനം നടക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാക് അധിനിവേശ കാശ്മീരിലേക്ക് വലിയ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് നിന്ന് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നും ഇനി ഈ മണ്ണ് അത്ര സേഫ് അല്ല എന്ന് തോന്നും. അത് പതുക്കെ ഇവരങ്ങ് പോയി കഴിയുമ്പോൾ ഒരു ഫിൽട്രേഷൻ പൂർത്തിയാകും. അപ്പോൾ ഒരുമാതിരിപ്പെട്ട വൃത്തികെട്ടവന്മാരെല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞു. പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ഇന്ത്യയോടൊപ്പം നിന്നാൽ മതി, ജീവിച്ചാൽ മതി. കാരണം ഇന്ത്യ ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ തയ്യാറാണെന്നൊക്കെ അവരുടെ പ്രക്ഷോഭകാലത്ത് അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം മാത്രം അത് ഫിൽട്രൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ആളുകളെ നമുക്ക് അപ്പൊ ആളുകളുടെ കുറച്ച് നല്ല ആൾക്കാർ, എല്ലാവരും നല്ലവരും നമ്മൾ പറയുന്നത് കുറച്ച് ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം അതിനകത്ത് ഒരു വലിയ ഭാഗം, ആ ഒരു വലിയ ഭാഗം, അതായത് നമുക്കൊരു ഭൂപടം വരയ്ക്കാനുള്ള സ്ഥലം നമ്മൾ എടുക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് വേണ്ട തന്ത്രപ്രധാനമായ മേഖലയുണ്ട്. നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഖൈബർ ഇടനാഴിയാണ്.
ഈ അതെ. ഖൈബർ ഇടനാഴി നമുക്ക് തിരിച്ചു പിടിക്കാനായാൽ, അതാണ് ഈ പാക് അധിനിവേശ കാശ്മീരിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഗുണം ഖൈബർ ഇടനാഴിയാണ്. ആ ഖൈബർ ഇടനാഴി യെസ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പഴയതുപോലെ റഷ്യയിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നമുക്ക് ഒരു റോഡ് റൂട്ട് തുറന്നു കിട്ടും. പഴയതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രാജ്യങ്ങളിലേക്ക് ഒരു റൂട്ട് തുറന്നെടുക്കും. അത് കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ റഷ്യയിൽ നിന്ന് നമുക്ക് ഈ ഷിപ്പ് ആശ്രയിക്കാതെ തന്നെ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഭാവിയിൽ എല്ലാവരും നല്ല മനസ്സുള്ളവരാണെങ്കിൽ, അതായത് നമ്മുടെ പല രാജ്യങ്ങളിലും നല്ല മനസ്സുള്ളവരാണെങ്കിൽ, നമുക്ക് അവിടുന്ന് ഒരു പൈപ്പ് ലൈൻ തന്നെ കൊണ്ടുവരാൻ വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കാം. ഈ അഫ്ഗാനുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറാനുമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ വരികയാണെങ്കിൽ അത് നമുക്കൊരു മിഡിൽ ഈസ്റ്റുമായിട്ട് ഒരു റോഡ് റൂട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. വലിയ പണമുടക്കൊന്നും വേണ്ടി വരില്ല. കാരണം ഓൾറെഡി ഉള്ള റൂട്ടുകളാണ്, അതിനെ ലിങ്ക് ചെയ്യിച്ച് മാത്രം പോയാൽ മതി. ഈ ഖൈബർ പഖ്തൂൺ കൂടെ പിടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ഒരു റൂട്ട്, പുതിയ റോഡൊന്നും വെട്ടണ്ട, പുതിയ കൺസ്ട്രക്ഷൻ ഒന്നും അതെ. നടത്തണ്ട, കാരണം ഓൾറെഡി ഉള്ളതാണ്, അതിൽ മുട്ടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതായിരിക്കും ഇന്ത്യ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഖൈബർ മേഖല പിടിക്കുക എന്നുള്ളതാണ്. ഈ ഖൈബർ മേഖലയിൽ കിടന്നിട്ടാണ് രണ്ട് കൂട്ടർ പണി നടത്തുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാവോ? തെഹ്രിക്കെ താലിബാൻ. തെഹ്രീക്കെ താലിബാൻ. അവർ ഈ അവന്മാരാണ് അവിടം പിടിച്ചിട്ട് അവിടെ രാജ്യം വേണമെന്ന് പറഞ്ഞാൽ തെഹ്രിക്കെ താലിബാൻ. അവിടെ ഈ ബലൂചിസ്ഥാൻകാരും ഇപ്പുറത്ത് പണി നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ടീമുണ്ട്. പക്ഷെ അത് ഖൈബർ ഇടനാഴിയുടെ അവിടെയല്ല, ഖൈബർ മേഖലയിലാണ്. ആ മേഖലയുടെ ഇങ്ങേ അറ്റത്ത് എൻഡായിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഖൈബർ ഇടനാഴി എന്ന് പറയുന്നത്. ആ ഒരു ഇപ്പൊ ഭാഗത്ത് പറയാൻ വലിയ കിട്ടാതെ സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, BLA പോരാളികൾ, ഈ തെഹ്രീക്കെ താലിബാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അസുഖമൊക്കെ തോന്നും. കാരണം ഖൈബർ പഖ്തൂൺ നമ്മൾ ഇതാ പിരിക്കും, തെഹ്രീക്കെ താലിബാൻ അധികാരത്തിൽ വരും, അവർക്കതൊരു രാജ്യമാകും. അപ്പുറത്ത് BLA ബലൂചിസ്ഥാൻ പിരിച്ചെടുക്കും, അവർ ഒരു രാജ്യമായിട്ട് വർത്തിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. വിജേട്ടാ, നമ്മളിപ്പോ ഇതെന്റെ ഒരു കൊനിഷ്ഠ ചോദ്യമാണ്, എങ്കിലും അതിന് താങ്കൾ മറുപടി പറയണം. അതായത് ഈ പാക് എന്തോ കിഴക്കൻ പാകിസ്ഥാനോ നമ്മുടെ ബംഗ്ലാദേശ് പിരിച്ചു കൊടുത്തു ഇന്ദിരാഗാന്ധിയെ നമ്മൾ പുകഴ്ത്തുന്നുണ്ട്, അതിന്റെ പിന്നിലെ കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഒമാനാണ്. അതിനകത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ളത്. ആ സമയത്ത് അത് പിരിച്ചു കൊടുത്തപ്പോൾ നമ്മളത് പുകഴ്ത്തി, മുജീബുൾ റഹ്മാൻ നമ്മുടെ ദൈവമാണ്, മറ്റതാണ് മറിച്ചതാണ്, അവാമി ലീഗ് മറ്റത് എന്നൊക്കെ അവൻ പറഞ്ഞു കാണും ആ സമയത്തുള്ള കുറെ ആൾക്കാർ. ഇപ്പോഴും നമ്മൾ ഇവിടെ കിടന്ന് പറയുന്നുണ്ട് തെഹ്രീക്കെ താലിബാൻ എന്നൊക്കെ. നാളെ യവന്മാരാണ് നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ അല്ല, അയൽക്കാരായിട്ട് വരാൻ പോകുന്നത്. തെഹ്രിക്കെ ഉം, താലിബാൻ നമുക്കെതിരാണ്, ഭീകരന്മാർ ഉം, തന്നെയാണ് അവർ, നമുക്കെതിരാ. അവർ ഈ ഉം, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു ഈ 2 ദിവസം മുമ്പ്. അവർ പറഞ്ഞത് ഈ പാക് പട്ടാളത്തെ വിശ്വസിക്കരുത്, ഇവന്മാരാണ് ഇന്ത്യക്ക് വഴി കാണിച്ചു കൊടുത്ത് അടിക്കേണ്ട സ്ഥലമൊക്കെ, ഈ ഉം, ഉം, ആൾക്കാരെ പാക് സൈന്യയിലെ പകുതി എണ്ണത്തിന് കൊല്ലിച്ച് ഇവന്മാരാണെന്നാണ് അവന്മാർ ഒരു ഉം, പത്രം, ഈ ലെറ്ററാണ് കൈകൊണ്ട് എഴുതിയ ഒരു കത്ത് പുറത്തുവിട്ടു. അതെല്ലാ മാധ്യമങ്ങളും കൊടുത്തിരുന്നത്. ഉം. നമുക്കെതിരാ അവര്. ഞാൻ ഇതിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഈ ഒന്നായിട്ട് നിൽക്കുന്നതിനെക്കാട്ടിലും യവന്മാര് നാലായിട്ട് പിളർന്നു നിന്നാൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ അതെ, എളുപ്പമായിരിക്കും ഭീകരവാദികളെ സ്പോട്ട് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമുക്കെതിരെ തന്നെയാണ്, യവന്മാര് 4 പേരും നമുക്കെതിരെ തന്നെയാണ്. പിന്നെ പാക് അധീന കശ്മീർ നമ്മുടെ സ്ഥലം, അത് നമുക്ക് എന്നായിരുന്നാലും നമുക്ക് തന്നെ കിട്ടണം. പിന്നെ പാക് അധീന കശ്മീരിലെ കുറച്ച് മാപ്പിലെ കുറച്ച് പോർഷൻസ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പിടിക്കുക എന്നുള്ളത് നമുക്ക് ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കില്ല. കാരണം ചൈനയുടെ സെപ്പക്ക് അല്ല പോകുന്നത് അതിനകത്തൂടെയാണ്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പ്രധാനമായിട്ടും, ഇല്ലേ? അല്ല അവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ഉം, പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനങ്ങള് മുമ്പ് നമ്മൾ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങള് ഇന്ത്യയിൽ ചേരണോ ഉം, പാകിസ്ഥാനിൽ ചേരണോ എന്നൊരു റഫറൻഡം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഉം, അവര് ഈ ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനും ഉള്ളവര് ഒരു ഡിസിഷൻ എടുത്തു, അവർക്ക് പാകിസ്ഥാനോടൊപ്പം ചേർന്നാൽ മതിയെന്നും ഉം, ഇല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ, അപ്പൊ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും ഒഴിച്ചുള്ളടങ്ങൾ ഉള്ള ജനത്തിനാണ് ഇന്ത്യയോട് ചേരണമെന്ന് താല്പര്യമുള്ള വിഭാഗം. പക്ഷെ ഉം, ഇപ്പോഴത്തെ അവരുടെ മനോനില നമുക്ക് അറിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് പാകിസ്ഥാനെതിരെ നടക്കുന്നത് മുഴുവൻ ഈ ഗിൽജിത്തിലും പാകിസ്ഥാനിലുമാണ്. കാരണം ഉം. ഇപ്പൊ പണി കിട്ടി, അന്ന് അവർക്ക് പണി അതെ, കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഈ ഇങ്ങനെ എന്താ സ്നേഹത്തിലൊക്കെ നിൽക്കുന്ന സമയം ഇവന്മാരുടെ തനിക്കോട് അവന്മാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ആ സമയത്ത് അന്നേരം അവർ പറഞ്ഞതാണ്. അന്നേരം ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിന്നവരാണ് ഈ ഗിൽജിത്തിലും പാകിസ്ഥാനും ഉള്ളവർ, പഴയ മൂപ്പിലാന്മാര്. ഇപ്പോഴത്തെ ഉം, തലമുറ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇപ്പം അവിടുത്തെ ഹൈവേ ഒക്കെ ഉപരോധിക്കുന്ന ഇവന്മാരാണ്, ഈ ചൈനയുടെ യെസ്. റോഡ് ഉപരോധിക്കുന്ന ഗിൽജിത്തിലും പാകിസ്ഥാനിലും. ഇപ്പൊ ചിലപ്പോൾ ഉം, ഒരുപക്ഷെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അവര് ബേസിക്കലി പാകിസ്ഥാനോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനമാണ്. അപ്പൊ അത് ഉം. പിടിച്ചെടുക്കുക എന്നുള്ളത് അവർ ആ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അത് അസാധ്യമായ ഒരു പക്ഷെ നമുക്ക് ആ കാര്യമാണ്. അത് ജനങ്ങളെ മാത്രമല്ല, എന്തായാലും നമുക്ക് നമ്മളെ കൂടെ കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും ഞാൻ അടിച്ചു ഓടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പിടിക്കാം. അല്ല അതാ പറഞ്ഞത്, അതൊരു പക്ഷെ സാധ്യമാകില്ല. കാരണം അതിന്റെ റിസ്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് അതിന്റെ കുറെ പോർഷൻസ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഖൈബർ ഇടനാഴിയിലേക്ക് പോകാനുള്ള കുറെ പോർഷൻസ് എടുക്കുക എന്നുള്ളത്. അവിടെ വേറൊരു വിഷയം കൂടെ ഉണ്ട് ധനുഷാണ്. ഉം, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച എനിക്ക് ചൈന വഴി പണം മുടക്കി പണിത റോഡുണ്ട്. ഇതിനിടെ ഈ അതെ. പാക് അധിനിവേശ കാശ്മീർ ചൈനയ്ക്ക് കുറച്ച് നിക്ഷേപങ്ങളുണ്ട്.
ഈ ഇവിടെ കുറെ സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ് ഉണ്ട് ഈ കാശ്മീരിൽ. ഇതിന് മൊത്തം പൈസ മുടക്കിയിരിക്കുന്നത് ചൈനയാണ്. പിന്നെ അതിന് വലിയ കുഴപ്പം വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചൈന ഷെയർ ആയിരിക്കുമല്ലോ നമ്മുടെ സർക്കാർ എടുത്തിട്ട് ഇവർക്ക് നടത്തിപ്പ് ചുമതല, അല്ലെങ്കിൽ അതിന്റെ ആയിരിക്കും. ഇപ്പം ഇന്ത്യയുടെ ഭാഗത്താണത് വരുന്നെങ്കിൽ ഇന്ത്യ അതിന് പണം കൊടുത്താൽ മതിയല്ലോ. അവർ ചെയ്തതിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ലാഭം തന്നെ ഉള്ളൂ. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. അത് നമുക്ക് കച്ചവടം ചെയ്തിട്ട് അവർക്ക് പോകാം, അതിനകത്തൊന്നും അവർക്ക് ടെൻഷൻ വരുന്നില്ല. പക്ഷേ ഈ റോഡ് ഇങ്ങോട്ടേക്കുള്ള, കാരണം ആ റോഡ് കളയാൻ ഒരിക്കലും തയ്യാറായില്ല. കാരണം അവരുടെ ആ ഒരു വഴി അടച്ചുകൊണ്ട് ഒരു രാജ്യം ഒരു കോംപ്രമൈസിനും തയ്യാറാകത്തില്ല. അപ്പൊ അവരെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, അത് പിടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ നടത്തേണ്ടി വരും. റഷ്യ നമ്മുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടി വരും. താജിക്കിസ്ഥാൻ നമ്മളോട് നിൽക്കേണ്ടി വരും. ആ ഒരു ഏരിയയിൽ കിടക്കുന്ന പഴയ USSR രാജ്യങ്ങളെല്ലാം നമ്മളോട് നിൽക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാൻ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളോട് നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കേണ്ടി വരും. ഒപ്പം തന്നെ ചൈനയുമായിട്ട് അനവധി തവണ നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തേണ്ടി വരും. എന്തായാലും അവർക്ക് അതിനകത്ത് ഒരു ഭാഗം വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കുറഞ്ഞ പക്ഷം അവരുടെ റോഡ് പോകുന്ന ഭാഗമെങ്കിലും അവർക്ക് കൊടുത്തേ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുകയാണ് നിങ്ങളുടെ റോഡ് പോയിക്കോട്ടെ, ഞങ്ങളുടെ കൂടി സൈഡിൽ കൂടെ പോകും എന്നുള്ളൊരു കോംപ്രമൈസിൽ പോയി കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഗുണമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ലല്ലോ. ചൈനയും അറ്റാക്ക് ചെയ്ത് നമ്മളും ചെയ്യില്ല. കാരണം രണ്ടു കൂട്ടർക്കും കൂടെ ഇങ്ങനെ ചേർന്ന് പോകുന്നൊരു സാധനമാകുമ്പോൾ അങ്ങനെ വരാൻ അറിയത്തില്ല. പക്ഷെ ഭയങ്കര നയതന്ത്ര നീക്കം വേണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ. അതാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ പറയുന്നത്. ഇത് ഞാനീ പറഞ്ഞത് പിടിച്ചെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ആണ് ഞാൻ പറഞ്ഞത്. മറ്റേത് പിടിച്ചെടുക്കുകയല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു ചേരുകയാണ്. ഞങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ ഭാഗമല്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ലോകം കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. പോകണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കാനും പറ്റത്തില്ല. ചൈനയ്ക്ക് ഇടപെടാൻ പറ്റുമോ? പറ്റില്ല. അവരുടെ അല്ല ഇത്. പാകിസ്ഥാൻ ഇടപെടാൻ പറ്റുമോ? അവരുടെ അല്ല. ആരുടെയുമല്ല. അവിടുത്തെ ജനപ്രതിനിധി ഞങ്ങൾ അവരുടേതായിരുന്നു, ഞങ്ങൾ ഇന്ത്യയുടേതായിരുന്നു, ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഞങ്ങൾ പോകും. അത് സിമ്പിളാണ്. അതാണ് അവർ പറയുന്നത്. ഒരു തുള്ളി രക്തം പോലും. കാരണം പാക് അധിനിവേശ കാശ്മീർ നമുക്ക് പിടിക്കുക എന്നുള്ളത് എളുപ്പമാണ് നമ്മുടെ സൈന്യത്തിന്, അതായത് ഒരു യുദ്ധം ചെയ്ത് പിടിക്കുക. പക്ഷെ അതിനകത്ത് വളരെ ഈസി അല്ല അതിന്റെ വഴികൾ. കാരണം ഒന്നാമത്തെ അവിടുത്തെ ജനങ്ങളെ ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ അനവധി നയതന്ത്ര നീക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അനവധി രാജ്യങ്ങളെ പിന്തുണ നമുക്ക് അതിന് നേടേണ്ടതായിട്ടുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇവന്മാർ ഓൾറെഡി ഇനി പോരുകയാണെങ്കിൽ, ഇപ്പൊ ബലൂചിസ്ഥാനികൾ പറയുന്നില്ലേ, ബലൂചിസ്ഥാനികൾ അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. അതായത് ഇന്ത്യയുടെ ഒരു പ്രവിശ്യ പോലെ ഞങ്ങളെ കൂട്ടിയാൽ ഞങ്ങൾ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയുടെ താങ്ങും തണലുമായി കഴിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവര് രാജ്യമൊന്നും ആകട്ടെ, ഇവർ പറയാണ് ഞങ്ങൾ നിങ്ങളൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഒരു തുള്ളി രക്തം നമുക്ക് ചിന്തേണ്ട കാര്യമില്ല. അതിന് നമുക്കിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടെ എളുപ്പവുമാണ് കാര്യം. എന്താ വെച്ചാൽ ഷിംല കരാറില്ല, അതുകൊണ്ട് അതിർത്തി എന്ന് പറഞ്ഞൊരു വിഷയമേ വരുന്നില്ല. അപ്പൊ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കയറി വരും, അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. ഇപ്പോഴാണ് അത് സിമ്പിളായിട്ട് നടക്കും. അങ്ങനെ സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബലൂചിസ്ഥാനികൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.